നമസ്കാരം സുഹൃത്തുക്കളെ, കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഏരിയയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ സിലബസിൽ നമ്മൾക്ക് കേരള ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ എവിടെ വരുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ എന്ന് പറഞ്ഞിട്ടാണ് സിലബസിൽ പറയുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ SCRTയിലും വരുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ തുടങ്ങിയിട്ട് കേരളത്തിൽ നടന്ന എല്ലാ സമരങ്ങളും ഈ ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുക. അതുപോലെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും. യൂറോപ്യന്മാരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലുമാണ് നിലനിന്നിരുന്നത്. ഈ അടുത്ത് നടന്ന ഒരു എക്സാമിന്റെ ചോദ്യമാണ്. അത് അന്ന് ഇത്തിരി ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ഒരു ചോദ്യമാണ്. ഏതാണ്? മലബാർ പ്രദേശം ഏത് പ്രദേശമാണ്? ഈ മലബാർ പ്രദേശമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത്. അങ്ങനെയാണ് ചോദ്യം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിട്ടുണ്ടായിരുന്ന നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചു. താഴെ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. മലബാറാണ് കേട്ടോ. എന്നാൽ കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലാണ്. മനസ്സിലായോ? അത് 2 ക്വസ്റ്റ്യനും അവിടെ നന്നായിട്ട് പഠിച്ചോ. അടുത്തത് നല്ലൊരു ചോദ്യമായിട്ട് വരും. തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള രാജഭരണത്തിന് കീഴിലാണ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് കേരളവർമ്മ പഴശ്ശിരാജയെ കുറിച്ചിട്ട് നോക്കാം. വടക്കേ മലബാറിലെ കോട്ടയം പ്രീവിയസ് പറയുന്നില്ല. PQ എന്ന് എഴുതിയിട്ട് പോകും കേട്ടോ. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്തെ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്തെ മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അതായത് പഴശ്ശിരാജയുടെ ആദ്യത്തെ പ്രവർത്തന മേഖല ചോദിച്ചിട്ടുണ്ട് മലബാർ. ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥ ചെയ്തു. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി. മനസ്സിലായോ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായ സ്ഥിതി മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവ് വീരവർമ്മയാണ് മനസ്സിലായോ? അമ്മാവനായാണ് കുറുമ്പനാട് രാജാവ് വീരവർമ്മയാണ് ഏൽപ്പിച്ചത്. പ്രീവിയസ് ചോദ്യമാണ്. പഴശ്ശിരാജയ്ക്ക് കൊടുക്കാതെ, നികുതി പിരിക്കാനുള്ള അധികാരം കൊടുക്കാതെ ബ്രിട്ടീഷുകാർ കൊടുത്തത് ആർക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. കുറുമ്പനാട് രാജാവിനാണ്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചിട്ടാണ് പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും പിന്നെ പഴശ്ശി വിപ്ലവത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു. കാരണം ആദ്യം ഇവിടെ പറയുന്നുണ്ട്, മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് കൊണ്ട് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തു? പഴശ്ശിക്ക് കൊടുത്തു. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഈ മലബാർ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായപ്പോൾ അവരുടെ തനി ഗുണം കാണിച്ചു. അത് പിരിക്കാനുള്ള അവകാശമൊക്കെ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുള്ള കുറുമ്പനാട് രാജാവിന് കൊടുത്തപ്പോൾ അത് പഴശ്ശിക്ക് ദേഷ്യം വരികയും പിന്നീട് ഈ പുതിയ ഭരണാധികാരികളൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ അവർക്കൊന്നും നികുതി കൊടുക്കേണ്ടതില്ല എന്നും ആര് പറയുകയാണ്? പഴശ്ശി പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബ്രിട്ടീഷുകാരും നമ്മുടെ പഴശ്ശിയും തമ്മിൽ എന്ത് ചെയ്തു? സംഘർഷം ഉടലെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി രാജ കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. താവളം വയനാട്ടിലേക്ക് മാറ്റി തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്ത് ഒളിപ്പോര് നടത്തി. ഗറില്ല വാർഫെയർ. മനസ്സിലായോ? പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവർ ആരെല്ലാം? പ്രീവിയസ് ചോദ്യമാണ്. കുറിച്യരുടെ നായകൻ തലക്കൽ ചന്തു, നായർപ്പടയെ നയിച്ച ഇടച്ചേനക്കൊങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ MN എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല അല്ലെ? നന്നായിട്ട് SCRT വായിച്ച് പഠിച്ചവർക്ക് മാത്രമാണ് ഈ ആൻസറുകൾ ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാത്തവർക്ക് കേട്ടില്ല. പള്ളൂർ MN എന്ന് കേട്ടാൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ SCRT ലെസൺ വായിച്ച് പഠിച്ചവരോ? ഓക്കെ. അല്ലാതെ ഇത്രയും കാലം പള്ളൂർ MN എന്ന വ്യക്തിയുടെ പേര് കേട്ടിട്ടുണ്ടോ? പഴശ്ശിയെ സഹായിച്ച സൈനിക ശക്തി നൽകിയ ഒരു ആളാണ്. അത് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കുറിച്യർ നായകനായ
കുറിച്ചിയുടെ നായകനായ തലക്കൽ ചന്തു, നായർപ്പടയെ നയിച്ച എടച്ചേന കുങ്കൻ, കൈത്തേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി. പഴശ്ശിയെ കീഴടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടിട്ടുള്ള ബഹുവിധ നടപടികൾ എന്തെല്ലാമാണ്? അപ്പൊ ഇതിവിടെ പഠിച്ചല്ലോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശിരാജ കൈക്കൊണ്ട പ്രതിരോധ തന്ത്രമാണ് താവളം വയനാട്ടിലേക്ക് മാറ്റിയിട്ട് ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒളിപ്പോര് നടത്തി. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, പഴശ്ശിക്ക് ശക്തമായ സൈനിക പിന്തുണ നൽകിയവർ ആരെല്ലാം? അതിവിടെ പഠിച്ചു. ഇനി പഴശ്ശിയെ കീഴടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ എന്താണ്? പഴശ്ശിയെ പിടിച്ചെടുത്താക്കാൻ വേണ്ടിയിട്ട് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി പുതിയ റോഡുകൾ നിർമ്മിച്ചു. വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. മനസ്സിലായി? അത്രയും കാര്യങ്ങളാണ് അവിടെ പഴശ്ശിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി വേലുത്തമ്പി ദളവയെ കുറിച്ച് നോക്കാം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. ആരുടെ? ബാലരാമവർമ്മ മഹാരാജാവിന്റെ. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാളിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? ഇല്ലാതായി. ഭരണം ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിട്ടുള്ള മെക്കാളയുടെ നിയന്ത്രണത്തിലായി. ഇതോടൊപ്പം എന്ത് ചെയ്തു? ദളവയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ മെക്കാളയൊക്കെ റദ്ദാക്കുകയും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കാൻ നിർബന്ധം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിന് ഇടയാക്കി. അവിടെ പഴശ്ശിക്കെതിരെ അങ്ങനെ ചെയ്തു, ഇവിടെ വേലുത്തമ്പിക്കെതിരെ ഇങ്ങനെയും ചെയ്തപ്പോൾ ഇവിടെയും ബ്രിട്ടീഷുകാരും വേലുത്തമ്പിയും തമ്മിൽ സംഘർഷത്തിനിടയാക്കി. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്ന് സമാനമായ അനുഭവം നേരിട്ടു. മനസ്സിലായി? ഇവിടെ തിരുവിതാംകൂറിലായിരുന്നു വേലുത്തമ്പി ദളവ, ഇവിടെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ പാലിയത്തച്ഛനും എന്തു ചെയ്തു? ഇതുപോലെ പ്രസിഡന്റായ മെക്കാളയിൽ നിന്നും ദുരനുഭവം കിട്ടി. അപ്പോ വേലുത്തമ്പി പാലിയത്തച്ഛനുമായിട്ട് എന്ത് ചെയ്തു? രഹസ്യധാരണയിൽ ഏർപ്പെട്ടു. രഹസ്യമായിട്ട് നമുക്ക് ഇവരെ ഒന്ന് ഒതുക്കണല്ലേ, അങ്ങനെ വേലുത്തമ്പിയും പാലിയത്തച്ഛനുമായിട്ട് എന്ത് ചെയ്തു? ഒരു രഹസ്യധാരണ കൊണ്ടുവന്നു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിച്ചു. അല്ലെ? തിരുവിതാംകൂറിലായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. കൊച്ചിയിലായിരുന്നു പാലിയത്തച്ഛൻ. അപ്പൊ രണ്ടുപേർക്കും സൈനികരും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് കൊച്ചിയിലെ മെക്കാളിയുടെ ക്യാമ്പ് ആക്രമിച്ചു. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്ന് മെക്കാളി എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ അവിടെ വേലുത്തമ്പി ദളവയുടെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കുണ്ടറ വിളംബരം നോക്കാം. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിന് ഒരുങ്ങുവാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. കുണ്ടറ വിളംബരം എന്നും സ്ഥിര സാന്നിധ്യ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പഠിച്ചു വെക്കുക. 1809 ജനുവരി 11. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ചിട്ട് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം ഒരുങ്ങാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തതാണ് കുണ്ടറ വിളംബരം. ഇനി കൊച്ചിയും പാലിയത്തച്ഛൻ. നമുക്കറിയാം കൊച്ചിയിലെ പ്രധാനമന്ത്രിയാണ് പാലിയത്തച്ഛൻ അല്ലേ? ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാളെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛൻ എതിർത്തു. മെക്കാളയ്ക്ക് അധികാരം കൂടിയില്ലേ, കാരണം എല്ലാ അധികാരം തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെ അധികാരങ്ങളൊക്കെ കിട്ടി. അപ്പൊ എന്ത് ചെയ്തു? കൊച്ചിയിലും ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ പാലിയത്തച്ഛൻ ഏർപ്പെട്ടു. അതോടൊപ്പം പാലിയത്തച്ഛന്റെ ശത്രുവിന് എന്ത് ചെയ്തു? മെക്കാളെ അഭയം നൽകി. അല്ലെ? എങ്ങനെയാ പറയാ? നമ്മൾ പറയില്ലേ, എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയില്ലേ? അപ്പൊ അതേപോലെ എന്ത് ചെയ്തു? പാലിയത്തച്ഛന്റെ ശത്രു ഉണ്ടായിരുന്നു. ശത്രുവിന് എന്ത് ചെയ്തു? മെക്കാളെ അഭയം നൽകി. അപ്പൊ എന്താവും? പ്രശ്നം വീണ്ടും രൂക്ഷമാവും. തുടർന്ന് തിരുവിതാംകൂറിലെ ദളവിയായ വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരോട് ശക്തമായി ചേർത്ത് നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് നാടുകടത്തി. പാലിയത്തച്ഛനെ എവിടേക്ക് നാടുകടത്തി? അദ്ദേഹം എന്ത് ചെയ്തു? പാലിയത്തച്ഛനൊക്കെ ശക്തമായിട്ട് ചേർത്ത് നിന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ മദിരാശിയിലേക്ക് പാലിയത്തച്ഛനെ നാടുകടത്തിയത് ചോദ്യമാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കാം ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? എന്തുകൊണ്ടാ? ഗോത്ര വിഭാഗം നമ്മൾ പല ക്വസ്റ്റ്യനിലും പഠിക്കാറുണ്ട് അല്ലെ? ഗോത്ര വിഭാഗങ്ങളുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം എന്തുകൊണ്ടായിരിക്കാം? വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. നന്നായി പഠിച്ചു വെക്കണേ. ഈ ചോദ്യം ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഇടയിൽ വേറൊരു വിഭാഗം കൂടി തന്നു. അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ടാണ് കണ്ടത്. 1812 കുറിച്യർ കലാപം ആരംഭിച്ചത്. കുറിച്യർ കലാപം 1812 വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയും
പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര ജനത പോരാടി. രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു അവരുടെ നേതാവ്. അപ്പൊ കുറിച്യരുടെ നേതാവ് ആരാണ്? രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പൻ. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു. മനസ്സിലായോ? ഈ ഗോത്ര വിഭാഗങ്ങള് എന്ത് ചെയ്തു? സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെയൊക്കെ നേരിട്ട് ആക്രമിക്കുകയും എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച് കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ചെയ്തു. കാരണം അവർക്ക് ഒരുപാട് സൈനികത ഉണ്ട് അല്ലെ. എന്തൊക്കെ നടപടികളാണ് കുറിച്യരോടും കുറുമ്പരോടും ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്? ഗോത്ര ജനതയുടെ തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പരമ്പരാഗത കൃഷിരീതികൾ തുടരാൻ അനുവദിച്ചില്ല. എന്ത് ചെയ്തു? നികുതിയായിട്ട് സാധനങ്ങൾക്ക് പകരം കൃഷി ചെയ്തു. ആ കൃഷി സാധനങ്ങൾ കൊടുത്താൽ പോരാ, പണം ആവശ്യപ്പെട്ടു. ഇനി എന്താണ് മാപ്പിള കലാപങ്ങൾ? 19-ാം നൂറ്റാണ്ടിൽ, പ്രീവിയസ് ചോദ്യമാണ്, മാപ്പിള കലാപം നടന്ന വർഷം 19-ാം നൂറ്റാണ്ടിലാണ്. കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായത്. നികുതി നയം, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി. ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രക്കാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിളിച്ചത്. അതായത് ഈ കലാപത്തിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? മാപ്പിള കലാപം എന്ന് വിളിച്ചത് കേട്ടോ. ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന കലാപങ്ങൾ നോക്കാം. പഴശ്ശി കലാപം പ്രദേശം എല്ലാം PYQ കേട്ടോ. പഴശ്ശി കലാപം നടന്ന പ്രദേശം മലബാറാണ്. തെറ്റായ നികുതി നയമായിരുന്നു കാരണം. പാലിയത്തച്ഛൻ കൊച്ചി പ്രദേശമായിരുന്നു, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ് കാരണം. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലാണ്, അതും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. കുറിച്യർ കലാപം വയനാടാണ്, തെറ്റായ നികുതി നയമായിരുന്നു കാരണം. മാപ്പിള ലഹള മലബാറിലായിരുന്നു, കർഷകർക്കിടെ പ്രശ്നങ്ങളായിരുന്നു. നാം ഇന്ന് കാണുന്ന തുല്യതയും സമത്വവും അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയ സമൂഹമായിരുന്നു അത്. ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവി നിർണയിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ജാതി വിവേചനത്തിന്റെ ഭാഗമായി തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, സഞ്ചാരവിലക്ക് തുടങ്ങിയ ധാരാളം സാമൂഹ്യ തിന്മകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. അങ്ങനെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ? ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനിമംഗലം, ആര്യാപ്പളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധ്യതയില്ല ഇതുവരെ പഠിച്ചതില്. അപ്പൊ അത് പഠിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇവരുണ്ടോ, ഞാൻ ഇതുവരെ ഒന്നും ഇവരുടെ പേര് പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ ഇതൊന്നും ആൻസർ ആയിട്ട് ചെയ്യില്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞു നോക്കുന്നുണ്ടോ? അപ്പൊ ഇനി ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ കേരളത്തില് സ്ത്രീകളില് ആരൊക്കെയാണ്? ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനിമംഗലം, ആര്യാപ്പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവരൊക്കെ സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്. പഠിച്ചു വെക്കണേ. ഇനി സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും ഒക്കെ നോക്കാം. ആരൊക്കെയായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താക്കൾ? വൈകുണ്ഠ സ്വാമികൾ അല്ലെ. വൈകുണ്ഠ സ്വാമികളുടെ പ്രസ്ഥാനമാണ് എല്ലാം PYQ ആണ്. സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ എന്തിനാ വേണ്ടി പ്രവർത്തിച്ചത്? കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് 1903. കുര്യക്കോസ് ഏരിയക്കാസ് ചാവറനാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം. സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത്. പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി NSS. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. പ്രീവിയസ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ്, നല്ല ഇമ്പോർട്ടന്റ് ആണ് ഈ ഏരിയ. നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് ഒന്നും കൂടി ഇരുന്ന് വായിക്കുക. ഇനി നമുക്ക് ചാന്നാർ ലഹള നോക്കാം. മേൽമുണ്ട് സമരം. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക്, ഏതാണ് സമുദായം? ചാന്നാർ സമുദായം. അവർക്ക് എന്ത് ചെയ്തു? വലിയവർ ഇടുന്ന ഡ്രസ്സുകളൊന്നും ഇടാനുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്താ അവസ്ഥ? ഇന്ന് നമ്മളെല്ലാ ചാനലുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഓരോരുത്തരും വന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയണ്ട. അന്ന് മറക്കാനായിരുന്നു, ഇന്ന് എന്താണ് എന്നുള്ളത് അല്ലെ, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ
മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാന്നാർ സ്ത്രീകളെ ആരുടെ സഹായത്തോടെ? ക്രിസ്ത്യൻ മിഷണറിമാരുടെ കേട്ടോ. സ്ത്രീകളെ ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുകയും അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു. തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെയാണ് മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഈ വർഷം പഠിക്കണേ, നല്ല ഇമ്പോർട്ടന്റ് ആണ്. ജൂലൈ 26 എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1859 ജൂലൈ മാസം 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. മനസ്സിലായോ? പഠിക്കണം കേട്ടോ. ഇതില് ഈ ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതില് അതായത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. എന്നും ചോദ്യം വരും കേട്ടോ, വൈകുണ്ഠസ്വാമികൾ. ഇനി വൈക്കം സത്യാഗ്രഹം നമുക്ക് നോക്കാം. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതാണ് ചോദ്യം കേട്ടോ, അതാണ് പഠിക്കണേ. കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരം, സഞ്ചരിക്കാൻ, അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി അത് നടക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു ഇത് വൈക്കം സത്യാഗ്രഹം. അമ്പലത്തിലേക്ക് പ്രവേശിക്കാനല്ല, അതിന്റെ മുൻവശത്തു കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് സത്യാഗ്രഹം നടന്നത്. വൈക്കം ക്ഷേത്രത്തിന് അവിടെ ഉണ്ട് കേട്ടോ. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. 1924 മാർച്ച് 30 ആരൊക്കെയായിരുന്നു സത്യാഗ്രഹം ആരംഭിച്ചത്? ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് സത്യാഗ്രഹം നയിച്ചത്. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മജിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. പ്രീവിയസ് ചോദ്യം. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ എന്ത് ചെയ്തു? ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുത്തു. പഠിക്കണം കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ഹിന്ദു വിഭാഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡ് തുറന്നു കൊടുക്കപ്പെട്ടത് എപ്പോ ചോദിച്ചിട്ടുണ്ട്? 1925 നവംബർ 23. 1925 നവംബർ മാസം 23 ആരുടെ മധ്യസ്ഥതയിലാണ് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജിയുടെ. ഇനി അടുത്ത നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കും. ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാൻ വേണ്ടിയിട്ട് നടന്ന പ്രക്ഷോഭമാണ് ഇത് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ആരൊക്കെയാന്ന് നോക്കണ്ടേ? വൈക്കം സത്യാഗ്രഹം മറക്കാൻ പാടില്ല. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവമേനോൻ മറക്കരുത് കേട്ടോ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ മാസം 1. അവിടെ നമ്മൾ 1924 മാർച്ച് മാസം 30 അല്ലെ? വൈക്കം സത്യാഗ്രഹം അങ്ങനെയല്ലേ പഠിച്ചത്? 1931 മാസം വിത്ത് ഡേറ്റ്, വർഷം മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ. 1931 നവംബർ മാസം 1 കേട്ടോ. സത്യാഗ്രഹം ആരംഭിച്ചു. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് 1 മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. അത്ര രീതിയിലായിരുന്നു സമരം. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് ആര്? എ.കെ. ഗോപാലൻ. പ്രീവിയസ് സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ എ.കെ. ഗോപാലിനെയും പി. കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. ഇത്രമാത്രം കഷ്ടപ്പാടുകളായിരിക്കും അല്ലെ നാം ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യം അല്ലേ? നമ്മൾ ഇന്ന് എത്രമാത്രം ഫ്രീ ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അന്ന് ഈ ഇത്രയും അല്ലേ ഇവരൊക്കെ അനുഭവിച്ചു. നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കാലഘട്ടത്തിലേക്ക് പോകുന്നതും ആ പ്രസ്ഥാനങ്ങളെ എല്ലാം നമ്മൾ പിന്തുണയ്ക്കതും എന്താണ്? അതുകൊണ്ട് തന്നെയാണ് അല്ലെ? പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? പി. കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ. കേളപ്പൻ ക്ഷേത്രത്തിന് മുമ്പിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് ഇതിന് പിന്തുണയുമായിട്ട് നാനാദേശങ്ങളിൽ നിന്നെത്തിയത്. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. മരണം വരെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് മരണം വരെ ഉപവാസം നടത്തിയത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്? കെ. കേളപ്പനാണ് കേട്ടോ. ക്ഷേത്രത്തിന് മുമ്പിൽ മരണം വരെ ഉപവാസം തുടങ്ങിയത് കെ. കേളപ്പനാണ്. ഇവിടെ ശ്രദ്ധിക്കണം. വോളണ്ടിയർ ക്യാപ്റ്റനായ എ.കെ. ഗോപാലിനെയും പിന്നെ പി. കൃഷ്ണപിള്ളയെയും കേട്ടോ സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. അതേപോലെ പഠിക്കണം. കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത്. അപ്പൊ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ക്ഷേത്ര പ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്ക് ഇതൊന്നും നന്നായി പഠിക്കണേ. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? SSC ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ ആകെ 2-3 സ്ലൈഡേ വായിച്ചിട്ടുള്ളൂ. എത്ര പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇത് ഈ അടുത്ത് നടന്നൊരു ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതായത്
എല്ലാവർക്കും പ്രവേശനം കൊടുക്കണമെന്ന്. ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പാലിയം സത്യാഗ്രഹം നോക്കാം. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കപ്പെട്ടിരുന്നു. അന്നത്തെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ അല്ലേ? അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ ചേന്നമംഗലത്തിലെ വസതിയായിരുന്നു. ആ വസതിന്റെ പരിസരത്ത് കൂടിയിട്ട് ഈ അരികുവൽക്കരിക്കപ്പെട്ടു പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്നതിന് നടത്തിയ സമരമാണ് ഇത് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും നേരിട്ടു. അപ്പൊ പാലിയം സത്യാഗ്രഹം നയിച്ചത് സി കേശവൻ. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. കേരളത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളും അനാചാരങ്ങളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നമുക്ക് നോക്കാം. ചാന്നാർ കലാപം മാറുമറിക്കുന്നതിനുള്ള അവകാശ നിഷേധത്തിനെതിരെ നടന്നതാണ് ചാന്നാർ കലാപം. ചാന്നാർ സ്ത്രീകളാണ് നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠ, അവർണ സമുദായക്കാർക്ക് ക്ഷേത്രങ്ങൾക്ക് പൂജയും ചെയ്യുന്നതിനുള്ള നിഷേധം, അതിനെതിരെ ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹം, വഴി നടക്കാനുള്ള അവകാശ നിഷേധത്തിനെതിരെ ടി.കെ. മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശിക്കുന്നതിനുള്ള അവകാശ നിഷേധത്തിനെതിരെ നടന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പനായിരുന്നു. ഇനി മലബാർ നമുക്ക് നോക്കാം. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. അതായത് ഇതര പ്രദേശം പറയുമ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിനെയൊക്കെ അപേക്ഷിച്ചിട്ട് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഇപ്പോഴാണ് 1919, നിസ്സഹകരണ പ്രസ്ഥാനം 1920. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. എല്ലാം ബ്രിട്ടീഷുകാരുടെ ആണല്ലോ ഇതെല്ലാം. അതൊക്കെ നിഷേധിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നപ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി. കേരളത്തിലെ ദണ്ഡിക്കടപ്പുറത്ത് വെച്ചിട്ട് അല്ലെ, അങ്ങനെ അതിന്റെ ഒക്കെ എഫക്റ്റ് എവിടെ അടിച്ചു? കേരളത്തിലും അടിച്ചു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂരായിരുന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയാണ്? മലബാറിലെ പയ്യന്നൂര്. കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? കെ കേളപ്പൻ. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ, പ്രീവിയസ് ചോദ്യമാണ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. പയ്യന്നൂര് കെ കേളപ്പൻ. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായി. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം 1942. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായിട്ട് പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം. മലബാർ കലാപത്തിന്റെ തുടക്കം എവിടേക്കാണ്? 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്ക്. ജന്മിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? കലാപത്തിനെ അടിച്ചമർത്തി. മലബാർ കലാപത്തിൽ, കാരണം സാധാരണക്കാരുടെ സൈനികം ഒന്നുമില്ല, പോലീസ് ഒന്നുമില്ല അല്ലെ, എല്ലാം ബ്രിട്ടീഷുകാരുടെ കൈകളിലാണ്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആരൊക്കെ? അലി മുസലിയാറും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണമേനോൻ. ഈ ഒരു വേർഡ് നമ്മൾ അധികം പഠിക്കാത്തൊരു കാര്യമാണ്, ശ്രദ്ധിക്കണം കേട്ടോ. അലി മുസലിയാറും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും നമ്മൾ മലബാർ കലാപവുമായിട്ട് വായിച്ചു പോയിട്ടുള്ളവരാണ്. പക്ഷെ MP നാരായണമേനോൻ നമുക്ക് ആ പേര് ശ്രദ്ധയിൽ വരില്ല. SCERT ഒക്കെ ഇങ്ങനെ വായിച്ചു പഠിക്കുമ്പോഴാണ് കേട്ടോ. ഡീപ്പായിട്ട് തന്നിട്ടുണ്ട് SCERT ബുക്ക്. ഓരോ ലൈനും അരിച്ചു പെറുക്കി പഠിക്കുന്ന പോലെ നോട്ട് ഇതിലുണ്ട് കേട്ടോ. ഇനി അവിടെ ഭാഗങ്ങളൊന്നും ലെസൺ വായിച്ചിട്ടില്ലെങ്കിലും ഇതിൽ അരിച്ചു പെറുക്കി നോട്ടുണ്ട്.
അടുത്ത് നോക്കി നമുക്ക് 1942 ഓഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നിട്ട്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ്. വേറിട്ട് എഴുതുന്നത് മാസവും വിത്തും തരുന്നത് മാസം ഡേറ്റ് ആണ്. നമുക്ക് എക്സാം ഹാളിൽ കൺഫ്യൂഷൻ വരിക. ഓഗസ്റ്റ് 9. ഇവിടെ ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്നിട്ട് അറസ്റ്റ് കൈവരിക്കുകയും അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി സക്രമ സ്വഭാവത്തോടെയുള്ള സമരമായിട്ട് ഇത് മാറി. കേരളത്തിലെ മലബാർ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായിരിക്കും? മറ്റു രാഷ്ട്രീയക്കാരൊക്കെ അല്ലെ, മറ്റ് നേതാക്കളെല്ലാം വളരെയധികം ഇതിനെതിരെ പ്രവർത്തിക്കുകയും അതൊരു അക്രമ സ്വഭാവമായി മാറുകയും ചെയ്തു. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് കേരയൂർ ബോംബ് കേസ്. കേരയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭമാണ്. ഇനി അടുത്ത കൊച്ചിയിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. രാജവാഴ്ച നിലനിന്നിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടത് മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സദ്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം. സദ്ഭരണം അല്ലെ, നല്ലതായിട്ടുള്ള ഒരു ഭരണം അല്ലെ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം. പിന്നീട് രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ആരംഭിച്ചു. ഇനി നമുക്ക് 1936 തൃശൂർ ജില്ലയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരം നോക്കാം. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനി അല്ലെ, ചന്ദ്രിക എന്ന സ്വകാര്യ കമ്പനി ആയിരുന്നു അല്ലെ, അതിനെ ഏൽപ്പിക്കാൻ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. അന്നത്തെ തൃശ്ശൂരിലെ ദിവാനായിരുന്നു ആര്? ഷൺമുഖം ചെട്ടി. അദ്ദേഹം എന്ത് ചെയ്യാണ്? വൈദ്യുതി വിതരണ ചുമതല ആർക്ക് കൊടുക്കാം? ഒരു സ്വകാര്യ. ഇപ്പൊ കണ്ടിട്ടില്ലേ, ഇപ്പൊ എന്താ ഒക്കെ പ്രൈവറ്റ് അല്ലെ, വലിയ വലിയ മുതലാളിമാർക്ക് കൊടുക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെ. അതേപോലെ ആയിരുന്നു അന്ന് RK ഷൺമുഖം ചെട്ടിയും തീരുമാനിച്ചത്. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്ത് ഇറക്കാൻ ഈ സമരം സഹായകമായി. ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ അത് ചോദിക്കണം. ഇത് പ്രീവിയസ് ചോദ്യമാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സംഘടന രൂപീകൃതമായി. ആ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം കൊടുത്തവര് ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ ട്ടോ. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും 1946 ജൂലൈ 29 ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കുകയും ഉണ്ടായി. ചോദ്യം വന്ന എന്ത് ചെയ്യും? കേരളത്തിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച വർഷം ചോദിച്ചാൽ എപ്പോഴാണ്? 1946 ജൂലൈ മാസം 29. പിൽക്കാലത്തെ പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്തു? ലയിച്ചു ട്ടോ. INC പ്രജാമണ്ഡലം ലയിക്കുകയാണ്. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായിട്ട് കൊച്ചിയില് ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. കൊച്ചി ഇക്കണ്ടത്തിലാണ് എന്ന് പറയില്ല, നമ്മൾ അങ്ങനെയല്ലേ കോഡിടുക? കൊച്ചി എന്ത് പറയും? ഇക്കണ്ടത്തിലാണ്. അപ്പൊ കൊച്ചിയുടെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആണ് ഇക്കണ്ട വാര്യർ. നിവർത്തന പ്രക്ഷോഭം അല്ലെ, തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. പഠിച്ചു വെക്കണേ. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായിട്ടാണ് പ്രക്ഷോഭം നയിച്ചത്. എന്തിനായിരുന്നു നിവർത്തന പ്രക്ഷോഭം? പഠിച്ചു വെക്കണം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം എന്നായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം ട്ടോ. പ്രീവിയസ് ആണ്. നിയമസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം. അതിനു വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം. C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പഠിച്ചു വെക്കണേ, പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് നമ്മൾ കൊച്ചിയിലെ ആരെ പഠിച്ച? കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് കൊച്ചി ഇക്കണ്ട വാര്യർ അല്ലേ, പ്രസിഡന്റ് കേട്ടോ. പ്രസിഡന്റ് ആണ് കൊച്ചി ഇക്കണ്ട വാര്യർ. കൊച്ചി ഇക്കണ്ടത്തിലാണ്. എന്നാൽ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ കോൺഗ്രസ് തിരുവിതാംകൂറിന്റെ ആദ്യത്തേത് ആരാണ്? പട്ടം താണുപിള്ള അല്ലെ. തിരുവിതാംകൂറിൽ പട്ടം പറത്തി എന്ന് പറയും അല്ലെ. തിരുവിതാംകൂറിൽ പട്ടം പറത്തി. കൊച്ചി ഇക്കണ്ടത്തിലാണ്. ഓക്കെ. നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമര പരിപാടികളിലൂടെയും ഇവർ
പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് യോഗം നിന്നു. അപ്പൊ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1934 ആരുടെ അധ്യക്ഷതയിലാണ്? കേളപ്പന്റെ അധ്യക്ഷതയിൽ. എവിടെ വെച്ചിട്ടാണ്? കോഴിക്കോട് വെച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുവാൻ അവർ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഒരുപാട് പാർട്ടികളുണ്ട്. ആ പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പാർട്ടികളില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ എന്താ അങ്ങനെ തന്നെയല്ലേ? അപ്പം അതേപോലെ തന്നെ INCയിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. P. കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അതായത് EMS, AKG എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത് കേട്ടോ. P. കൃഷ്ണപിള്ള, EMS, AKG. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ സ്ത്രീകൾ നേതൃത്വം വഹിച്ച ദേശീയ സമരങ്ങളാണ് മലബാർ കലാപം, വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയാണ് കേരളത്തിൽ സ്ത്രീകൾ നേതൃത്വം വഹിച്ച ദേശീയ സമരങ്ങൾ. നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പ് നിർമ്മാണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയും സ്ത്രീകളിൽ സജീവമായി. സമര കാലഘട്ടത്തിൽ അയിത്തോച്ചാടന, ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? മലബാറിൽ പഠിച്ചു വെക്കണം കേട്ടോ. മലബാറിൽ നേതൃത്വം കൊടുത്തത് സ്ത്രീകളുടെ, നമ്മൾ പറഞ്ഞപ്പോൾ സ്ത്രീകൾ നേതൃത്വം വഹിച്ച സമരങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ മലബാറിൽ നേതൃത്വം കൊടുത്തത്, പഠിക്കണേ, ഇത് ഫുള്ള് ഈ ബോക്സ് നന്നായി പഠിക്കണേ. മലബാറിൽ AV കുട്ടിമാളു അമ്മയാണ് നേതൃത്വം കൊടുത്തത്. AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും. തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ഇക്കാലങ്ങളിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പൊ മലബാറിൽ AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും, AV കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും. തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാനും ആനി മസ്ക്രീനും. ഇനി ഐക്യ കേരളത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ. 1924 ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. അപ്പൊ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് എവിടെ? ഒറ്റപ്പാലം. പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് വർഷം 1921 ഒറ്റപ്പാലത്ത്. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1928. ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയില്. ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചോദ്യമാണ്, നന്നായി പഠിക്കണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പ്രീവിയസ് ആണ് പറഞ്ഞത്, അത് 1 2 അല്ല. PSC ക്വസ്റ്റ്യൻ ഇടാൻ തുടങ്ങിയോ അന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ഇന്ന് ഈ നാൾ വരെയും ആ ക്വസ്റ്റ്യൻസ് പിന്തുടരുന്നുണ്ട്. അപ്പോൾ കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ച സമ്മേളനം ചോദിച്ചാൽ പയ്യന്നൂർ സമ്മേളനമാണ്. 1928 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ്. ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടക്കുകയും ഉണ്ടായി. അങ്ങനെ 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സമീപിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ചു. അപ്പൊ തിരുക്കൊച്ചി രൂപീകരിച്ച തിരുവിതാംകൂറിനെയും കൊച്ചിയെയും ചേർത്ത് കൊണ്ട് തിരുക്കൊച്ചി രൂപീകരിച്ചത് 49 ജൂലൈ 1 അങ്ങനെ കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് പ്രധാന ചുവട് വെച്ചു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, 47 ഓഗസ്റ്റിന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. അപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഒരുപാട് ആവശ്യങ്ങൾ വന്നു അല്ലേ? ഓരോ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓരോരോ സംസ്ഥാനങ്ങൾ അല്ലേ? അങ്ങനെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഫസൽ രൂപീകൃതമായി. അങ്ങനെ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട്, കാരണം ഇവിടെ ആദ്യമേ തിരുക്കൊച്ചി രൂപീകൃതമായി അല്ലേ? 49 ജൂലൈ 1 അല്ലേ? 49 ജൂലൈ 1 തിരുക്കൊച്ചി രൂപീകൃതമായി. ഇനി നമുക്കിതിൽ മലബാറിനെയും കൂടി കൂട്ടിച്ചേർക്കണം. അങ്ങനെ 1956 നവംബർ 1 തിരുക്കൊച്ചിയെയും മലബാറിനെയും സംയോജിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഏതൊക്കെയാണ്?
തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടിരുന്ന സ്ഥലങ്ങളാണ് ഇത് തൊവാള. പഠിച്ചോളനെ, ശ്രദ്ധിച്ചോളണം. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തോട്, അതായത് ഇന്നത്തെ തമിഴ്നാട് ചേർത്തു. അതായത് ഇന്നിപ്പോ ഈ ഭാഗങ്ങളൊക്കെ എവിടെ കിടക്കുന്നുണ്ട്? തമിഴ്നാട് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ എവിടുത്തെ ഭാഗമായിരുന്നു? തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. എന്നാൽ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തോടും കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ഫസൽ അലി കമ്മീഷൻ. ഈ കമ്മീഷന്റെ ഇതുപ്രകാരം ഓരോരോ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓരോരോ സംസ്ഥാനങ്ങൾ വന്നു. അങ്ങനെ ആദ്യം വന്ന സംസ്ഥാനമാണ് ഏത്? ആന്ധ്ര കേട്ടോ. ഓക്കെ ആണല്ലോ. നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, പുതിയ കാര്യങ്ങൾ പഠിച്ചു. പുതിയ SSCRT പഠിച്ചിട്ടില്ല എന്നുള്ളൊരു പരിഭവം വേണ്ട. നമ്മളിപ്പോ ഇപ്പൊ 5-6 ക്ലാസ് ആയി, ഷോർട്ട് ഏരിയ ആവട്ടെ, എല്ലാം പുതിയ SSCRT ആണ്. ഒന്നും കൂടെ അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല, എല്ലാം പുതിയ SCRT ആണ്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പലതും ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് തരാൻ കഴിയാതെയല്ല, സപ്പോർട്ടില്ല. പിന്നെ എന്താ അതിനെ തുടർന്ന് കൊണ്ടുപോകണമെന്നിട്ട് അവിടെ പെൻഡിങ് ആക്കി വെക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.